എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പുറത്തേക്ക് പോകുന്നില്ല, ഇവിടെ തന്നെ വാഷ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തി കാറ് വാഷ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വന്ന് അവർ നമ്മുടെ കാറ് വാഷ് ചെയ്ത് തരും. അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് കാർ വാഷൊക്കെ നടക്കുന്നത് വീട്ടിൽ വന്നിട്ട്. ഇതാണ് മെഷീൻ അല്ലേ? ഇത് ജനറേറ്ററാണ്. ഇത് വാട്ടർ ടാങ്ക്, ഇത് വാക്യൂം ക്ലീനർ, അപ്പുറത്തെ കംപ്രസർ, ഇത് സാനിറ്റൈസർ. പിന്നെ സ്റ്റീമിൻ്റെ ഒരു മെഷീൻ വേറെ ഉണ്ട്. സാനിറ്റൈസ് കളർ ഫോഗിയാണ്. ഇതല്ലോ ചെയ്തു. പവർ വരുന്നുണ്ടോ? പവർ വരുന്നുണ്ടോ ചിലപ്പോൾ ഇവിടെ. ഓക്കെ, അല്ല സ്വിച്ചിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മുമ്പേ. സ്റ്റാർട്ട് ചെയ്തോ. ഓട്ടോമാറ്റിക്കാണ്, പാർക്കിങ്ങിലിട്ടിരിക്കുന്നു. കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്യാം. രണ്ടേ കാറുണ്ട്. ബ്രേക്ക് അമർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്തോ. എ സി ആണോ? അപ്പോൾ സാനിറ്റൈസ് ചെയ്യാൻ പോകണല്ലോ. ഉള്ളിൽ സാനിറ്റൈസ് ചെയ്യുന്നുണ്ടോ, പുക വരുന്നുണ്ടോ? പുകയൊന്നും കാണില്ല. സാനിറ്റൈസിങ് നടക്കുന്നു. വാട്ടർ ടാങ്ക്, വാക്യൂം ക്ലീനർ, വേറെ സർവീസ്, ഫോം വാഷ്, അണ്ടർ ബോഡി വാഷ്, ടീം വാഷ്, ഓവറോൾ ഡീറ്റെയിലിംഗ്. ഇതാണ് നമ്പർ. നമ്മളെ വീട്ടിൽ വന്നിട്ട് കാർ വാഷ് ചെയ്യും. കുറേ ഉള്ളതായത് നിങ്ങൾ തുടങ്ങിയിട്ട്? മാർച്ചിൽ തുടങ്ങി. ഞാൻ ചാട്ടിനെ വിളിച്ചത് നേരത്തെ. അല്ല, അത് ഇവിടെ ഇല്ല, അങ്കമാലിയില്ല. അങ്കമാലിയാ? അത് നിങ്ങൾ അങ്കമാലിയാണോ? അല്ലല്ല, കട തൃശ്ശൂർ. ഞങ്ങളുടെ അമല ഹോസ്പിറ്റലില്ലേ? ഇപ്പം എത്ര ആളായി തുടങ്ങിയിട്ട്? മാർച്ചിൽ തുടങ്ങിയില്ല. ഈ മാർച്ചിലല്ല. ബിസിനസ് എങ്ങനെയുണ്ടോ? കുഴപ്പമില്ല, 2-3 കിട്ടും. ഡെയിലി 2-3 കിട്ടല്ലേ? ഡെയിലി 2-3. ഇവിടെ ഈ മാങ്ങയുടെ കറ വീണിട്ടേ വേണ്ട, അതാ ഞാൻ മെയിൻ വിളിക്കാൻ കാരണം. ചുണങ്ങ് പോലെ വീണിട്ട് ഈ മാങ്ങയുടെ അതുണ്ടല്ലോ കറ. കുറേയൊക്കെ മഴ പെയ്തപ്പോൾ അങ്ങനെ പോയി. അതാ ഞാൻ മെയിനായിട്ട് വിളിക്കാൻ കാരണം. സാനിറ്റൈസ്. ഉള്ളിലൊന്നും കാണാനില്ല. സാനിറ്റൈസിങ് തുടങ്ങി.
പുകയോട് പുക, ഫുള്ള് പുക. ദിസ് ഈസ് ഫോർ കൊറോണ, കോവിഡ് പ്രൊട്ടക്ഷൻ. നമ്മൾ വണ്ടി ക്ലീനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ബാക്ക് ഫുള്ള് പുകയായി ഉള്ളിൽ. കണ്ടില്ലേ, സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കണം അവർ. അടിപൊളി. അപ്പോൾ ഇതാണ് മൊബൈൽ ക്ലീനിങ്. നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് അവർ ക്ലീൻ ചെയ്യും വണ്ടികളെല്ലാം. തൃശ്ശൂർ എന്നുള്ള കമ്പനിയാണ്. നമ്പർ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വിളിച്ചാൽ മതി. മേക്കപ്പും ചെയ്തിട്ടോ. അപ്പോൾ വീട്ടിലിങ്ങനെ കുളിച്ച് വന്നിട്ടുള്ളൂ. അങ്ങനെ കോലം മേക്കപ്പ് ചെയ്ത് ഇതിലും അടിപൊളിയാണ്. അങ്ങനെ കാണാം. ഡോറ് തുറന്നപ്പോഴുള്ള കാഴ്ച ഉണ്ടല്ലേ. മീനു കം കം നോക്കിയേ. വണ്ടി കത്തി പോകുന്നുണ്ടല്ലേ, കത്തിട്ട് പോകുന്നു. ഡിക്കി തുറക്കാൻ എന്താണെന്നൊരു പിടുത്തം കിട്ടില്ല. ഞാനിതുവരെ തുറന്നു നോക്കിയിട്ടില്ല. അത് ബോണറ്റാ, ഡിക്കിയാ. എനിക്ക് തോന്നുന്നു സ്റ്റക്കായിരിക്കാൻ തോന്നുന്നത്. ഞാനിതുവരെ തുറന്നു നോക്കിയിട്ടില്ല. ഒരാൾ തുറക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ചാവിട്ട് തുറക്കാൻ പറ്റൂ. ഇതാണ് നമ്മളെ വണ്ടിയുടെ കോലം ഇപ്പോഴത്തെ. അത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതുകൊണ്ട് വാക്സിൻ തുടങ്ങിയിട്ടുണ്ട്.
ഇപ്പം നമ്മുടെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞു. വണ്ടി ഇതവിടെ കുട്ടപ്പനായിട്ട് കിടക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. നല്ല ക്ലീനായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഡോറും തുറന്ന് നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് കാണാം. നല്ല ക്ലീനായിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് മുമ്പുണ്ടായിരുന്ന വൃത്തികളൊക്കെ പോയി. ഇത് ശരിക്കും ഇവരുടെ അടുത്ത് കഴുകും, പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് കഴുകണ്ടെന്ന് പറഞ്ഞു കാർപ്പറ്റൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ പൊടി പോലെയൊക്കെ ഇരിക്കുന്നു. സീറ്റൊക്കെ അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഉള്ളിലും ക്ലീൻ ചെയ്തിട്ട് കാണാം. പിന്നെ വണ്ടി ആദ്യം തന്നെ സാനിറ്റൈസ് ചെയ്തു. ഡോറൊക്കെ ഉണ്ടല്ലോ നല്ല ഷൈനിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നേരത്തെ ഇരുന്നായിരുന്നു. ടയറുമ്പിലൊക്കെ ഒരു പോളിഷ് അടിച്ചിട്ടുണ്ട്. ഈ ടയർ അടിച്ചു. മുമ്പ് ഞാൻ കാണിച്ചിരുന്നു ഇവിടെ കുറച്ച് കറയൊക്കെ ഉണ്ടായിരുന്നു. മാവിൻ്റെ മുകളിൽ നിന്ന് മറ്റേ പശ പോലത്തെ സാധനം വീണത്, അതൊക്കെ അവർ ശരിക്കും ക്ലിയറാക്കി തന്നിട്ടുണ്ട്. ഏകദേശം എല്ലാം പോയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നല്ലൊരു സംഭവമായിരുന്നു. എനിക്ക് എല്ലാം കൂടി ക്ലീനിങ്ങിന് 800 റുപ്പീസും പിന്നെ 100 റുപ്പീസ് ഉള്ളിൽ ഫ്യൂമിഗേഷൻ, മറ്റേ ബാക്ടീരിയ എന്താ പറയുക, സ്റ്റീം ചെയ്യുന്ന പോലെ ഒരു സാധനം വെച്ച് അവർ ചെയ്തില്ല, പുക അടിച്ചിട്ട് അതിനാണ് 100 റുപ്പീസ് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ എല്ലാം കൂടി 900 റുപ്പീസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ കാർ വാഷ് വീഡിയോ. ഇങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ വിളിച്ചു വരുത്തി കാർ വാഷ് ചെയ്യിപ്പിക്കാം. വളരെ സൗകര്യമാണ്. നമുക്ക് ടൗണിലെ തിക്കിലും തിരക്കിലൊന്നും പോയി കാർ വാഷ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊരു നല്ല സെറ്റപ്പ് തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉപയോഗിക്കാം. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ വണക്കം.